ഇന്ന് ഏറെ പ്രചാരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ് മ്യൂച്വൽ ഫണ്ട് SIP-കൾ അല്ലെ. ഈ മ്യൂച്വൽ ഫണ്ട് SIP-കൾ വഴി പണം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? മ്യൂച്വൽ ഫണ്ട് SIP-കളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നോർമലി മ്യൂച്വൽ ഫണ്ട് SIP-കൾ രണ്ട് തരത്തിലുണ്ട്. ആ രണ്ട് തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് SIP-കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വെൽത്ത് നമുക്ക് നേടാൻ പറ്റും. ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ മറന്നുപോകേണ്ട ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ടിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അടുത്തത് സ്മാർട്ട് സ്റ്റാർട്ട്. ചെറിയ തുകയിൽ തുടങ്ങാൻ പറ്റും. അതായത് ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് പോലും 100 രൂപ മാറ്റിയൊക്കെ ഒരു മാസം പറ്റുമല്ലോ. ആ 100 രൂപ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. 100, 200, 500 വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. 1 ലക്ഷമൊക്കെ SIP ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഇതിലൂടെ നല്ല റിട്ടേൺ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒബിയസ്ലി നല്ല രീതിയിലുള്ള റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനപ്പുറം വലിയ രീതിയിലുള്ള വെൽത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇതൊരു 100 രൂപ മുതൽ എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനും സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ നിങ്ങൾ ഈ വിവരം ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇതറിയാത്തവർക്ക്. അതേപോലെ നിങ്ങൾ ഇതേപോലെ സ്റ്റെപ്പ് അപ്പ് SIP ആണോ ഉപയോഗിക്കുന്നത് ഓർ നോർമൽ SIP ആണോ എന്നുകൂടി കമന്റ് ചെയ്യുക.